നമസ്കാരം. ഷാരോൺ വധക്കേസിലെ വിധി പ്രസ്താവിക്കാനിരിക്കുകയാണ് കോടതി. 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മാവൻ രണ്ടുപേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനൊരു കേസിൽ അത്ര എളുപ്പമല്ല കോടതി ശിക്ഷിക്കുക എന്നുള്ളത്. നമുക്കറിയുന്ന പോലെ കുറ്റക്കാരായി കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത്രയും ആസൂത്രിതമായ ഒരു കേസാണ്. നമ്മൾ പറയുന്ന പോലെ ഒരു സംശയം, ആ സംശയം ബലപ്പെടുന്നു. അത് പിന്നീട് കോടതിയിൽ എത്തുന്നവരെയുള്ള പോലീസ് അന്വേഷണങ്ങൾ കൃത്യമായ ഒരു മാലയിൽ കോർത്ത പോലെ ഓരോ തെളിവുകളും കൊണ്ട് എത്തിച്ചാൽ മാത്രമാണ് സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ വലിയ കാര്യമായിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ മരണമൊഴി പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ളൊരു കേസിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സ്തുത്യർഹമായ ഒരു പ്രവർത്തനം അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് അത് കേരള പോലീസിന് അഭിമാനകരമായ നേട്ടം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാവാത്ത മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ, അയാൾ ഈ കേസിൽ കേരള പോലീസിന് എന്തെങ്കിലും കയ്യടി കിട്ടുമോ എന്ന് വിചാരിച്ച് മറ്റൊരു രീതിയിൽ ഷാരോണിൻ്റെ ബ്രദർ ഈ ഡോക്ടറാണ്, അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ള നിലയ്ക്ക്, എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ വിവരവും പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേസ് ശക്തി പ്രാപിക്കുകയും അതിന് അനുസരിച്ച് കൃത്യമായ തെളിവുകളിലേക്ക് എത്തുകയും ചെയ്തു. കുറ്റകൃത്യം തെളിയിച്ചതിന് കയ്യടി കൊടുക്കേണ്ടത് ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോൺ രാജ് എന്ന ആയുർവേദ ഡോക്ടർക്കാണ്. വാസ്തവത്തിൽ തന്റെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ആദ്യം മുതൽ കഠിന പ്രയത്നം എനിക്കറിയാം. എന്തോ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം അതാണ് വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ എന്റെ ഫോണിൽ വിളിച്ചിട്ട് കൊടുക്കാൻ പറയുന്ന ഗ്രീഷ്മ എന്തുകൊണ്ട് ഇവൻ ആശുപത്രിയിലാണ് എന്നറിഞ്ഞിട്ട് അന്വേഷിച്ചില്ല, വിളിച്ചില്ല എന്ന് അപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ്. ഷാരോൺ ഐസിയുവിലായിരുന്നു എന്ന് അറിഞ്ഞുപോലുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രീഷ്മയുടെ കള്ളക്കരച്ചിൽ. എന്നാൽ ഗ്രീഷ്മ ഒരു സംശയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇതൊക്കെ കാര്യമാവുമെങ്കിലും ഒരു കൊലപാതകം എന്നുള്ള നിലയ്ക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കേസിനെ സംബന്ധിച്ച്. അവിടെ കേരള പോലീസിൻ്റെ വളരെ സ്തുത്യർഹമായ പ്രവർത്തനം, സാക്ഷിമൊഴികൾ അത് വളരെ കൃത്യമായിട്ടുണ്ടാവും. ഇദ്ദേഹത്തിനൊക്കെ സാക്ഷിമൊഴി കൊടുക്കാൻ പറ്റും എന്നല്ലാതെ അതിനപ്പുറം മറ്റൊന്നും ഈ ഒരു ഫോൺ കോളിലില്ല. ഒരു സംശയം അത് ദൂരീകരിക്കാൻ വിളിക്കുന്ന ഒരു ഫോൺ കോള്, അതിനപ്പുറം വലിയ സംഭവമൊന്നുമില്ലെങ്കിലും പക്ഷേ ഇതിനെ വലുതാക്കി കാണിക്കുന്നത് കേരള പോലീസിൻ്റെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ കണ്ടെത്തി കൊടുത്തതാണ് എന്നുള്ള നിലയ്ക്ക് അല്ല, അത് കേരള പോലീസിന് തന്നെ വളരെ സ്തുത്യർഹമായ പ്രവർത്തനം എന്ന് മാത്രമല്ല നമുക്കറിയാം. എന്ന് വെച്ചാൽ കേരള പോലീസ് എടുത്ത കേസ് അതിനപ്പുറം CBI അന്വേഷണം എന്നുള്ളതാണ് പെരിയ കേസിലുണ്ടായത്. എന്നിട്ട് അവർ കുറച്ച് ആസൂത്രിതമായിട്ട് പ്രതി ചേർക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതിൽ ഗൂഢാലോചന പങ്കുണ്ട് എന്നുള്ള നിലയ്ക്ക് CPM നേതാക്കളെ പ്രതി ചേർക്കുന്ന സംഭവം ഉണ്ടായി. വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ആ കേസ് സ്റ്റേ കിട്ടി, ഇപ്പോൾ പുറത്താണ്. ഇനി അടുത്തൊരു കേസ്, കാരണം ഇവരൊക്കെ ആരോപിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും CPMകാരോ അല്ലെങ്കിൽ പിണറായി വിജയനോ ആണ് പ്രതി ആവേണ്ടത്. നമ്മുടെ വാളയാർ കേസിലും ഇപ്പോൾ നമുക്കറിയാം പ്രതി ചേർക്കപ്പെട്ടത് ആരെയാണ്, അത് CBIയും ആരെയാണ് പ്രതി ചേർക്കപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കഥകൾ കൊണ്ടല്ല ഒരു കേസ് നിർമ്മിക്കുന്നതെന്ന് നമ്മളിപ്പോൾ മറുനാടൻ മലയാളിയോടോ ഏഷ്യാനെറ്റിനോടോ നമ്മുടെ ഷാജഹാനോടോ അല്ലെങ്കിൽ മാതൃഭൂമിയോടോ മനോരമയോടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ അർദ്ധവിവരമാണ് അവരുടെ കൊട്ടാരം പണിയാനായിട്ട് അവരെ പ്രാപ്തമാക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.